ഹലോ ഗൈസ്, നമുക്കിന്ന് ഷൂട്ടുണ്ട് വിഷുവിൻ്റെ. അപ്പം അതിന് ഞാൻ മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കണിക്കൊന്നേ വലിച്ചിട്ടില്ല. അപ്പം അതുവേണ്ടി ഞാനും എൻ്റെ അമ്മയും കൂടി പോവുകയാണ്. പോയാലോ ഗൈസാണ് നമ്മൾ പൂക്കട എത്തിയിട്ടുണ്ട്. കുറച്ച് മുല്ലപ്പൂവും കുറച്ച് അരളിപ്പൂവും മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ണനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ATM പോയി ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കണിക്കൊന്നിട്ട് നമ്മൾ വലിക്കാൻ നിന്നു. ഗൈസ്, അമ്മ സാഹസ്യമായി കണിക്കൊന്ന പോയി വലിച്ചിട്ട് വരുന്നത് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഗൈസ്, നമ്മൾ കണിക്കൊന്നതാ വലിച്ചു. അമ്മ സാഹസ്യമായി എനിക്ക് വലിച്ചു തന്നതാണ്. പക്ഷെ ഇതിൽ ഫുള്ള് പൂവ കാണുള്ളൂ. മുട്ട നമുക്ക് കൊഴിയാണ്ട് നിൽക്കണേ, മുട്ടല്ലേ നല്ലത്. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വീട്ടിൽ പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ അതൊക്കെ വലിച്ച് നേരെ വീടെത്തിയിട്ടുണ്ട്. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് റെഡി ആവണം. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് സെറ്റായി. ഞാൻ ഓണത്തിന് ഇതുപോലെ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചേച്ചിയെ മേക്കപ്പ് ചെയ്ത് ഈ വട്ടം ഞാൻ സ്വയം ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സ്വയം തന്നെ ചെയ്യാമെന്നൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ ശരി എന്തായാലും എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് തട്ടിക്കൂട്ടി നമ്മളൊരു മേക്കപ്പ് സെറ്റാക്കി എടുക്കണം. ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ ഫൗണ്ടേഷൻ്റെ പഫ് കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ കോമ്പാക്റ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസൊക്കെ വേണമെന്നുണ്ട് വെച്ച് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മതി. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ വേണ്ടി അവൾ ക്യാമറ മുമ്പിൽ വന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേഗം ഹെയർ സ്റ്റൈൽ ഒന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് വരെയും ജ്വല്ലറീസ് ഇടാം. ഞാൻ ജസ്റ്റ് ഒരു ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ ഫിറ്റായി കിടക്കുന്ന ഒരു നെക്ലസാണ് ഞാൻ ഇടുന്നത്. പിന്നെ അതിൽ ഗോൾഡിൻ്റെ കമ്മലാണ് അത്. ഞാൻ അതിൻ്റെ ഒപ്പമാണ് മറ്റേ കമ്മൽ കൂടി ഇടുന്നത് ഇട്ടിരിക്കുന്നത്. പിന്നെ മുല്ലപ്പൂ എങ്ങനെ വെക്കണം എന്നൊരു പ്ലാനിൽ ലാസ്റ്റ് ഇങ്ങനെ വെച്ചു. ശരി പോയത് മേക്കപ്പ് കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഷൂട്ടിന് പോകാൻ നിൽക്കുകയാണ്. നമുക്ക് പോയാലോ? അങ്ങനെ ഞങ്ങൾ ഷൂട്ടിൻ്റെ പ്ലേസ് എത്തിയിട്ടുണ്ട്. സമ്മൻ്റെ വീടിന് അടുത്തായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമൊക്കെ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഷൂട്ട് എടുക്കാൻ പറ്റും. അപ്പോഴേക്കും നമുക്ക് ഫോട്ടോ എടുക്കുന്ന ഏട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്ത് നിന്ന് എടുത്തു. പിന്നെ കുറച്ച് മാറിപ്പോയി എടുത്തു. ഈ ഫോട്ടോ എടുക്കുന്ന ആളുടെ പേരാണ് മനു എന്ന്. ഞാൻ കഴിഞ്ഞ വട്ടം ഏട്ടനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ വന്ന ഏട്ടൻ്റെ ഫ്രണ്ടാണ്. പിന്നെ കുറച്ച് അമ്മനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അനിയത്തിനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമുക്ക് ഇവർ നല്ല ഫ്രണ്ട്ലിയാണ് നമ്മുടെ അടുത്ത്. ഭയങ്കര രസമാണ്. പിന്നെ എനിക്ക് 2 ഡാൻസ് ഷൂട്ട് ചെയ്യേണ്ട. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. വരുമ്പോഴേക്കും എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? എല്ലാം വേർത്ത് ഒളിച്ചൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു വഴിയായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ടും വരാം. ഓക്കെ, ബൈ.